ബസ് മുത്തശ്ശന് രാജകീയ റീഎൻട്രി നൽകി വിദ്യാർത്ഥികൾ. രാജകുമാരി MGM ITIയിലെ വിദ്യാർത്ഥികളാണ് പഴയ ടാറ്റ മെഴ്സിഡസ് ബെൻസ് ബസ്സിന് പുതുജീവനേകിയത്. ഒരു കാലത്ത് കേരളത്തിന്റെ നിരത്തുകളെ കീഴടക്കിയിരുന്ന ബസ്സായിരുന്നു ഇത്. രാജകുമാരി MGM ITIയുടെ ഗ്യാരേജിൽ വിശ്രമിക്കുന്ന ബസ് മുത്തശ്ശനെ ആരും ഒന്ന് നോക്കി നിന്നു പോകും. പഴമയുടെ പ്രൗഢിയിൽ തല ഉയർത്തി നിൽക്കുന്ന വാഹനം. ടാറ്റയും മെഴ്സിഡസ് ബെൻസും ചേർന്ന് നിർമ്മിച്ച ബസ് 1962 തിരുവനന്തപുരത്തിന്റെ നിരത്തുകളിൽ ഓട്ടം ആരംഭിച്ചത്. 1965 KSRTCയുടെ ഭാഗമായി KLX 604 എന്ന നമ്പറിൽ കേരളത്തിലുടനീളം സർവീസ് നടത്തി. 1978 രാജകുമാരി ITI ബസ് സ്വന്തമാക്കിയത്. ഏറെ നാളായി വിശ്രമ ജീവിതത്തിലായിരുന്ന ബസ് വിദ്യാർത്ഥികളുടെ ആഗ്രഹപ്രകാരം നവീകരിക്കുകയായിരുന്നു. സാറുമാരെല്ലാം സപ്പോർട്ട് ചെയ്ത് താഴേന്ന് ലോറി വലിച്ച് കെട്ടിവലിച്ച് ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് ആദ്യമേ ഞങ്ങൾ ഷെഡ് പണിതു. ഞങ്ങളെല്ലാവരും കൂടി ഷെഡ് പണിത് കഴിഞ്ഞിട്ട് വണ്ടി അകത്തേക്ക് കയറ്റി ഒരു ലെവലാക്കി സെറ്റാക്കിയിട്ട് പിന്നെ പാച്ച് വർക്കൊക്കെ ചെയ്ത് പെയിൻ്റ് അടിക്കുമായിരുന്നു. പിന്നെ സാറുമാരെല്ലാം സപ്പോർട്ട് ചെയ്ത് പെയിൻറ്റും സാധനങ്ങളെല്ലാം മേടിച്ചു. ഞങ്ങൾ 4-5 പേരെല്ലാം കൂടി സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ചെയ്ത് ഇത്രയാക്കിയെടുത്തു. പണിത് ഇറക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് ഇവര്. ബാക്കി RTOയുടെ സംഭവമൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. 1 ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് ബസ് നവീകരിച്ചത്. പഴമയുടെ പ്രൗഢി ഒട്ടും ചോരാതെ ബസ് വീണ്ടും നവീകരിക്കാനായി. ഇനി വരും തലമുറയ്ക്ക് പഴയകാല സ്മരണകൾ നിലനിർത്താൻ വേണ്ടി ഈ ബസ് ഇതുപോലെ പണി കഴിപ്പിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ തീരുമാനത്തിലേക്ക് എത്തുകയും കുട്ടികൾ അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തത്. തീർച്ചയായും അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിച്ചത് നമ്മുടെ പള്ളി കമ്മിറ്റിക്കാർ തന്നെയാണ്. അവര് കമ്മിറ്റിയിൽ ഇതിനെപ്പറ്റി ആലോചന വയ്ക്കുകയും അവര് എല്ലാവരും കൂടി തീരുമാനം എടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ ബസ് ഈ നിലയിലെത്താൻ സഹായിച്ചത്. ബെൻസ് മെയ്ഡ് ചെയ്തിട്ട് ഇവിടെ ടാറ്റ കൊണ്ടുപോയി അസംബിൾ ചെയ്ത വണ്ടിയാണ്. തിരുവനന്തപുരം സിറ്റിയിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. 78 അവിടെ KSRTC നിലവിൽ വന്നതിന് മുമ്പ് ഉണ്ടായിരുന്നൊരു വണ്ടിയാണ്. KSRTC നിലവിൽ വന്നതിന് ശേഷം അത് KLT ആയിട്ട് KSRTCയിൽ പോവുകയും പിന്നെ KLX ആയിട്ട് രജിസ്റ്റർ ചെയ്യും. 78 MGM ITയിലേക്ക് വരുന്നത്. 78 വന്ന ശേഷം അത് ഇടുക്കിയിൽ KLA ആയിട്ട് രജിസ്റ്റർ ചെയ്തു. പാർട്സിൻ്റെ ഒരു ലഭ്യത കുറവായിട്ടാണ് വണ്ടി ഇങ്ങനെ നിന്നുപോയത്. ശരിക്കും പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെയും സെക്രട്ടറിയുടെയൊക്കെ ഒരു താല്പര്യപ്രകാരവും പിള്ളേരുടെയൊക്കെ ഒരു താല്പര്യപ്രകാരമാണ്, ട്രെയിനീസിൻ്റെ താല്പര്യപ്രകാരമാണ് വണ്ടീനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളൊരു അതിനെ നശിച്ചു പോകാത്ത രീതിയിൽ ഇങ്ങനെ ഷെഡെല്ലാം ഉണ്ടാക്കി സംരക്ഷിക്കാനായിട്ട് തീരുമാനിച്ചത്. കേരളത്തിന്റെ പഴയ പടക്കുതിരിയെ കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട്. റീൽസായും സ്റ്റോറിയായും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഈ ബസ് മുത്തശ്ശൻ. ഇത്രയും പഴയൊരു ബസ് നമ്മുടെ കാരണവന്മാർ പോലും ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നാട്ടിൽ കൂടി ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടി കാണാനുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വന്നതാണ്. കണ്ടു കഴിഞ്ഞപ്പം കൊള്ളാം. നമുക്കൊക്കെ മുമ്പേ ജീവിച്ചു പോയൊരു യാത്ര ചെയ്തൊരു വാഹനം കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. കുട്ടികളുടെ പഠനാവശ്യത്തിനൊപ്പം പൊതുജനങ്ങൾക്ക് പഴയ മോഡൽ ബസ് കാണാൻ അവസരവും ഒരുക്കിയിരിക്കുകയാണ് MGM ITI അധികൃതർ. നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അതും ഹൈറേഞ്ചിൽ ഏറ്റവും പ്രചാരത്തിലുള്ള HCN ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും. പരസ്യം ഏതുമാകട്ടെ, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8330004447 അല്ലെങ്കിൽ 8330044821.